നമസ്കാരം. മുന്നിലെ കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു PDF ഫയലിനകത്ത് ഒരു ലിനക്സ് ഓടിച്ചാലോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു സിമ്പിൾ PDF ഫയലിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ PDF നമ്മളൊരു ക്രോം ബ്രൗസറിൽ വേണം തുറക്കാൻ. മാത്രമല്ല ഇത് വിൻഡോസിൽ ആണ് എനിക്ക് വർക്ക് ചെയ്തത്, ലിനക്സിൽ എനിക്ക് വർക്കായില്ല. ആർക്കെങ്കിലും ലിനക്സിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം ലിനക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ പറ്റില്ല. അഡോബ് റീഡറിൽ ഞാൻ ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. ഈ ബ്രൗസർ ക്രോം ബേസ്ഡ് ബ്രൗസറിൽ മാത്രമേ ബ്രൈവിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. linux.doompdf.dev എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ എനിക്ക് എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു PDF ആണ്. PDF ഫയലിനകത്ത് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് റിസ്ക് വി എമുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. TinyEMU എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലിനക്സുകളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് PDF-നകത്ത് ഇവർ ലിനക്സ് റൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ PDF തുറന്നു വരും. ഇത് ക്രോമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ക്രോമിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ലോഡാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ചെറിയൊരു ലിനക്സ്, വളരെ ബേസിക് സാധനങ്ങൾ മാത്രമുള്ള ലിനക്സ് ആണ് ഇതിനകത്ത് ലോഡാവുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ PDF-നകത്ത് ഇൻട്രാക്റ്റീവ് PDF എന്നുള്ളൊരു പരിപാടിയുണ്ട്. കുറേ API അതിനകത്തുണ്ട്. അപ്പോൾ ഇൻട്രാക്റ്റീവ് PDF-നകത്ത് നമുക്ക് അറിയാം, നമുക്ക് ഫയൽ അങ്ങോട്ടേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ജാവാസ്ക്രിപ്റ്റ് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ലിനക്സ് ഇവർ ഓടിച്ചിട്ടുള്ളത്. ലിനക്സ് മാത്രമല്ല, ധൂം എന്ന് പറയുന്ന പഴയ ഒരു ഗെയിമും ഇതുപോലെ, അതാണ് ആദ്യം ഇറങ്ങിയത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് ലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. ലിനക്സിൽ സക്സസ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ലിനക്സിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ലിനക്സിനകത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വിൻഡോസിലാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇവിടെ ഒരു ഫുൾ കീബോർഡ് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കീബോർഡിൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവസാനം ഇത് ലോഡായി വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ആവും. ഇതിനകത്ത് ഫയൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കില്ല. ഇനി അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഞാൻ OBS ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ലാഗ് ആവുന്നുണ്ട്. മുമ്പ് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ അത്ര ലാഗ് ഉണ്ടായിരുന്നില്ല. OBS-ഉം കൂടി ബാക്കിൽ ഓടുന്നത് കൊണ്ടായിരിക്കണം. നമുക്ക് ഒരു സിമ്പിൾ കമാൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തു നോക്കാം. എന്തൊക്കെയാണ് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഈ കാണുന്ന ഓരോ കോളങ്ങളും ഇതിൽ ഇൻട്രാക്റ്റീവ് PDF-ലെ ഇൻപുട്ടുകളാണ്. ആ ഇൻപുട്ടിനെ അവർ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കളർ സപ്പോർട്ടിന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ അടിച്ച കമാൻഡ് വർക്ക് ചെയ്യാൻ നോക്കാം. മുജീബ് എന്നുള്ള ഡയറക്ടറി അവിടെ അപ്പം ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരണം. LS അടിച്ചാൽ കാണിച്ചു. നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്യാൻ. എൻ്റർ എന്തോ അമർത്താൻ പറ്റുന്നില്ല, അങ്ങനെ തന്നെ ഞെക്കാനേ പറ്റുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയത്. അപ്പോൾ അങ്ങനെ ലിനക്സിൽ ബേസിക് കമാൻഡ്സുകളൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കാൻ ഈ PDF മാത്രം ഉപയോഗിച്ച് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ സംഭവം. നമുക്ക് ഇതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഇതാണ്, ലിനക്സ് PDF എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ധൂം PDF പ്രൊജക്റ്റിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇത് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ PDF-ൽ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ PDF-നകത്ത് വേറെയും കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. അതിൽ ഫുൾ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള അഡോബ് അക്രോബാറ്റിലാണ്. പക്ഷേ ഞാൻ അഡോബ് അക്രോബാറ്റിൽ റൺ ചെയ്യാൻ നോക്കി, എൻ്റെ പഴയ വെർഷനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് മര്യാദയ്ക്ക് ലോഡ് ആയിട്ടുണ്ടായില്ല. ചിലപ്പോൾ പുതിയ അക്രോബാറ്റിലൊക്കെ ഇത് കൃത്യമായിട്ട് ലോഡ് ആവേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ 3D റെൻഡറിങ്, HTTP റിക്വസ്റ്റ് അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ആണ് ഇൻട്രാക്റ്റീവ് PDF ഉണ്ടാക്കുന്നത്. ആ പരിപാടിയുടെ ഹാക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പണ്ടല്ല ഇപ്പോൾ വെബ് അസംബ്ലി എന്നുള്ള സാധനം വെച്ചിട്ടാണ് C++ പോലെയുള്ള അല്ലെങ്കിൽ പൈത്തൺ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് വെബ് അസംബ്ലി ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രൗസറിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ വെർഷനിലെ ASM.js എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്.
ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ സബ്സെറ്റാണ്. അത് ഉപയോഗിക്കുന്നത് സി പോലുള്ള ലാംഗ്വേജിനെ വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതൊരു പഴയ പരിപാടിയാണ്. ആ പരിപാടി ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിനക്സിൻ്റെ സി കോഡൊക്കെ എടുത്തിട്ട് അതിനെ ASM.js പരിപാടിയൊക്കെ ചെയ്തിട്ട് അതിനെ എന്താ പറയുക മോഡിഫൈ ചെയ്തിട്ട് അതിനെ ടൈനി EMU എന്ന് പറയുന്ന സാധനം റെസ്ക്യൂ എമുലേറ്റർ വെച്ചിട്ട് PDF-നകത്ത് ആക്കിയിരിക്കുക. സിമ്പിളായി പറഞ്ഞാൽ കുഞ്ഞ് ലിനക്സ് എടുത്തിട്ട് ഒരു PDF-നുള്ളിൽ ആക്കിയിരിക്കുകയാണ്. ആ PDF-നകത്ത് നമുക്ക് ലിനക്സ് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. അത് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മറ്റേ സാധനം കൂടിയും കാണാം. അതാണ് ധൂം PDF എന്ന് പറയുന്നത്. ഈ ധൂം PDF എന്ന് പറയുന്നത് അതാണ് ആദ്യം ചെയ്തത്. അതിന് ശേഷമാണ് പിന്നീട് ലിനക്സ് ചെയ്തത്. അപ്പോൾ ഇതിൽ പഴയ ധൂം എന്ന് പറയുന്നത് ധൂം തന്നെയാണ് പ്രൊണൗൺസ് എന്ന് ഞാൻ മുമ്പ് കളിച്ചിട്ടില്ല, അറിയാത്തൊരു ഗെയിമാണ്. ഞാൻ പൊതുവെ അങ്ങനെ ഗെയിമുകൾ കളിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. എന്തായാലും ആ ഗെയിം വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു PDF ആണ്. നമുക്ക് അതിൻ്റെ ഇതിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. ഇതേപോലെ തന്നെ ധൂം PDF.dev പോയാൽ സ്റ്റാർട്ട് ഗെയിം എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ അത് ലോഡാവും അല്ലേ. ധൂം ഗെയിം അവിടെ ലോഡാവുന്നത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ ഉപയോഗിച്ച് കളിക്കാം. പക്ഷേ ഇതിനൊക്കെ ലിമിറ്റഡ് കളേഴ്സാണുള്ളൂ. ഇതൊക്കെ ചെറിയൊരു ഹാക്കിംഗ്, അതായത് ഒരു തട്ടിപ്പ് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പൂറായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റും PDF-ൻ്റെയൊക്കെ കാപ്പബിലിറ്റി ഉപയോഗിച്ച് ഒന്ന് ഒരാൾ ശ്രമിച്ച് നോക്കിയതാണ്. എന്തായാലും സംഭവം കൊള്ളാം. ന്യൂ ഗെയിം എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഞാനിവിടെ എൻ്റർ അടിക്കാം. ഏതെങ്കിലും പോട്ടെ. ഹർട്ട് മീ പ്ലെൻറ്റി. ഈ കളി എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് മുകളിലേക്ക് അടിച്ചിട്ടൊന്നും പോകണില്ലല്ലോ. പോകുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഗെയിം വരെ റൺ ചെയ്യാവുന്ന രീതിയിലാണ്. ഫയർ ചെയ്ത് നോക്കാം. വെടിവെക്കുന്നുണ്ട്. വെടി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, റൈറ്റിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീ ഉപയോഗിച്ച് നോക്കാം. ഒന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ മാർക്ക് ചെയ്യണം, പക്ഷേ ഇവിടെ എന്തോ വർക്കാവുന്നില്ല. ഇനി W ആയിരിക്കും. W ആണ്. W ഈ സാധനമാണ് വർക്ക്. WASD പരിപാടിയാണ്. ഫയറിന് ഇത് ഉച്ചയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഫയർ ഇങ്ങനെ ഞെക്കാം. ഉണ്ടോ? അങ്ങനെ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ സംഭവം. ഈ ടൈനി UMൻ്റെ JS Linux എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണാം. ഈ JS Linuxും കൂടി നമുക്ക് ഇതിനെ കൂട്ടത്തിലൊന്ന് പരിചയപ്പെടാം. എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ. JS Linux എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാണ്ട് ആൽപ്പ ലിനക്സ്, വിൻഡോസ്, ഫെഡോറ ഒക്കെ ഓടിക്കാം. ഞാൻ ചുമ്മാ ഫെഡോറ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. കേട്ടോ, ഇത് ഈ പറയുന്ന ടൈനി EMU ഒക്കെ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കമാൻഡൊക്കെ അടിച്ചിട്ട് ബ്രൗസർ ഒന്നുമില്ല. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. hello.c. നമുക്ക് ഫയൽ ഒന്ന് ഓടിച്ച് നോക്കാം. പൈത്തൺ bench.py. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ റിസ്ക് E64 ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ LS കമാൻഡും KDVRും എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് ബ്രൗസറിനകത്ത് റൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതെടുത്തിട്ടാണ് PDF-നകത്തേക്ക് ഇവർ ഇട്ടിട്ടുള്ളത്. ദാറ്റ്സ് ആൾ ഫോർ നൗ. ഇതാണ് സംഭവം. അതൊന്ന് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ